എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അല്ലേ. കുറേ വീഡിയോസ് ഇടും, കുറേ ഷോർട്സ് ഇടും, ഒന്നും സെറ്റ് ആവുന്നില്ല, 1000-നെക്കാൾ അപ്പുറം വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. എന്തായാലും ഞങ്ങളെ കൊണ്ട് കൂടുന്ന പണിയല്ല എന്ന് വിചാരിച്ച് പാതി വഴിയിൽ യൂട്യൂബ് ചാനൽ നിർത്താൻ തീരുമാനിക്കുന്നവരേട്ടാ എൻ്റെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാന്ന്, പാതി വഴി വെച്ച് യൂട്യൂബ് ചാനൽ നിർത്താൻ പോകുന്നവർ ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഒരു ഉപകാരം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രമാത്രം, എൻ്റെ യൂട്യൂബ് ജേണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ERS വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ. അപ്പോൾ എന്നെ കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടാവും അല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ യൂട്യൂബ് ജേണി പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ സക്സസ് ആയി മോണിറ്റൈസേഷനൊക്കെ സ്റ്റാർട്ടായിട്ട് പൈസയൊക്കെ വരുന്ന ആളെന്ന്. അല്ല കേട്ടോ, ഒന്നുമല്ല. ഞാൻ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഏകദേശം 1.5 വർഷമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ജേണി പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് തന്നെയാണ് സക്സസ് ആയ ഒരു വ്യക്തിയാണെന്ന്. സക്സസ് അല്ല, ഇപ്പോൾ സക്സസ് അല്ല, പക്ഷേ ഭാവിയിൽ സക്സസ് ആവുന്നുള്ള ഒരു കോൺഫിഡൻറ്റോട് കൂടിയാണ് ഞാൻ ഇന്ന് വീഡിയോസ് ഇടുന്നത്. ഈ ലോങ് വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ, എൻ്റെ യൂട്യൂബ് ജേണി പറയാമെന്ന് വിചാരിച്ച കാരണം കേട്ടോ. എന്തായാലും ഒരു പകുതി ഒരു 10 പേര് നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് 1-2 ആളെങ്കിലും ഉറപ്പായിട്ടും വേണ്ട, ഞാനും ഇനി യൂട്യൂബ് ചാനൽ നിർത്താണ്ട് ഇതിൻ്റെ ഒന്നും കൂടി സ്ട്രോങ് ആവും തീരുമാനിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഞാൻ ഏകദേശം 1.5 വർഷമായി എന്ന് പറഞ്ഞാൽ 2024 നവംബറിലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 26 ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ആ ക്രൈറ്റീരിയയിലേക്ക് പോകുന്നത് ഉണ്ട് ഇത്ര കേട്ടോ. അപ്പം ഞാൻ എടുത്ത് പറയാൻ കാരണം, ഞാനും ഈ തീരുമാനം എടുത്തിരുന്നത് എന്താ പറഞ്ഞാൽ എന്നെ കൊണ്ട് കൂടുന്നതൊന്നുമല്ലപ്പാ, എനിക്കൊന്നും സക്സസ് ആവില്ല. 1000 സബ്സ്ക്രൈബേഴ്സും ഒക്കെ എനിക്ക് ഏകദേശം ഒരു വർഷം കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തു 1000 സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ വാച്ച് അവർ എന്നെ കൊണ്ട് ഒട്ടും പറ്റൂല എന്ന് ഞാൻ വിചാരിച്ച ആളാണ്. ഒട്ടും പറ്റൂല, ഞാൻ ഫ്ലോപ്പായി, ഇനി എന്തായാലും നിർത്താം എന്ന് വിചാരിച്ചാണ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതിനേക്കാളും മുമ്പ് എന്നോട് കുറേ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും, നീ യൂട്യൂബ് ചാനൽ കുറേ ആൾ തുടങ്ങുന്നത് ഞാൻ കണ്ടു, പകുതിയിൽ വെച്ചിട്ട് നിർത്തുക, അതുപോലെ തന്നെ നീയും. അപ്പോൾ ഞാനപ്പോൾ ഈ അഹങ്കാരത്തോടെ പറഞ്ഞു, ഞാൻ നിർത്തുമൊന്നുമില്ല, ഞാൻ ഫുൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും, പൈസ എന്തായാലും ഏൺ ചെയ്യാൻ തുടങ്ങും എന്നെല്ലാം വിചാരിച്ചിട്ട് അപ്പോൾ വലിയ ജാടാളക്കി. പക്ഷേ ഇപ്പോൾ പകുതിയിൽ 1.5 വർഷമായിട്ട് ഒന്നും സക്സസ് ആവുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പിന്നെ അതെനിക്ക് മനസ്സിലായി. എന്നാലും കുറച്ചുകൂടി അന്വേഷിച്ച് ഫ്ലോപ്പ് വരാം, എൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോർട്ട് വീഡിയോ എന്നാൽ അധികം ഇട്ടുണ്ടായത്. അപ്പോൾ പിന്നെ അതെനിക്ക് ഏകദേശം ഒരു 3-4 മാസമേ ആയിട്ട് അറിഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ അല്ല, ഷോർട്ട് വീഡിയോൻ്റെ ടൈം മോണിറ്റൈസേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഷോർട്ട് വീഡിയോൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ. 90 ദിവസം കൊണ്ട് 3 മില്യൺ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ 1 വർഷം 1.5 വർഷം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയവർക്ക് അതെന്തായാലും സക്സസ് ആവില്ല. പിന്നെ ഷോർട്ട് വീഡിയോക്ക് അത്ര കണ്ട് ഏകദേശം 1 മില്യൺ എല്ലാം പോകുന്നുണ്ടവർക്കെങ്കിൽ ഓക്കെ ഷോർട്ട് വീഡിയോ കൊണ്ട് സക്സസ് ആവാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോ ഒരിക്കലും ഏറ്റവും കൂടുതൽ ഏതോ ഒരു വീഡിയോ മാത്രമേ 75K പോയിട്ടുണ്ട് കേട്ടോ. ഏതോ ഒരു വീഡിയോ മാത്രമേ 75 പോയിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു വീഡിയോ 35 പോയിട്ടുണ്ട്, 30 പോയിട്ടുണ്ട്. അങ്ങനെ 1-2 വീഡിയോസ് അല്ലാണ്ട് വേറെ ഒന്നും 100K കഴിഞ്ഞിട്ടില്ല ഇത് ഒരു വീഡിയോസ്. അപ്പോൾ 100K കഴിയാത്ത ഷോർട്ട് വീഡിയോസ് ഒന്നും ഒരിക്കലും നമുക്ക് 90 ദിവസം കൊണ്ട് 3 മില്യൺ വ്യൂസ് ഒന്നും എത്തിക്കാൻ പറ്റൂല. വാച്ച് അവർ എന്തായാലും നമുക്ക് അത്രയ്ക്ക് എത്തിക്കാൻ പറ്റൂല എന്ന് ഉറപ്പുണ്ട്. അപ്പം പിന്നെന്താ നിങ്ങൾ ഷോർട്ട് വീഡിയോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഷോർട്ട് വീഡിയോയിൽ നല്ല വ്യൂസ് ഉണ്ട്, മില്യണെല്ലാം പോകുന്നുണ്ട്, അവർക്ക് എന്തായാലും സക്സസ് ആവാൻ പറ്റും. അല്ലാത്തവരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ള സത്യം എനിക്ക് ഇപ്പോഴാണ് അറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ലോങ് വീഡിയോസിന് ഒട്ടും വ്യൂസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ ഐഡിയ ഒന്ന് പോയിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം 50 വ്യൂസ് മാത്രമല്ല, ഒരുപാട് വീഡിയോസ് ഉണ്ട്, 50 പോലും ഇല്ലാത്ത വീഡിയോസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ തുടങ്ങി. എനിക്ക് അറിഞ്ഞ നിമിഷം മുതൽ കേട്ടോ. അല്ല അതിന് ലോങ് വീഡിയോസിന് മോണിറ്റൈസേഷനിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള സത്യം അറിഞ്ഞതിന് ശേഷമാണ് ഞാനത് തീരുമാനിച്ചത്. അതുമാത്രമല്ല ഞാനിപ്പോൾ ബഹ്റൈനിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2.5 മാസം ആവുന്നുണ്ട്. ഈ 2.5 മാസത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് 500-ൽ കൂടുതൽ വാച്ച് അവറാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ 500-ൽ കൂടുതൽ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ 2.5 മാസം കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിർത്താമെന്ന് വിചാരിച്ച ആളായിരുന്നു.
പിന്നെ അത് മനസ്സിലായി എനിക്കത്ര 500 വാച്ച് അവറേ ആയിട്ടുണ്ടായിട്ടു. അപ്പോൾ ഇതിനേക്കാൾ 500 ആയിട്ടുണ്ടായിട്ട് 500 പോലും ഉണ്ടായിട്ടാ ബഹ്റൈനിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 500ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എത്രയായാലും കൂടുതൽ മാസങ്ങളോളം ഒരു 10 വാച്ച് അവർ കൂടണം, അങ്ങനെ മാസങ്ങൾ വേണ്ടി വരുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. എത്ര 1.5 വർഷത്തിൽ എനിക്ക് 500 പോലും എത്തിയിട്ട വാച്ച് അവർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. പിന്നെയാണ് ഞാൻ തീരുമാനിച്ചത് എന്താ നെക്സ്റ്റ് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് നമ്മളന്ന് മനസ്സിലായി ലൈവ് ചെയ്താൽ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ലോങ് വീഡിയോസ് സ്ഥിരമായിട്ട് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് അവർ കൂടുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാൻ എന്താക്കി ബഹ്റൈനിൽ വന്നതിന് ശേഷം 2-3 വീഡിയോസ്, ഒരാഴ്ചയിൽ 3 വീഡിയോസ് 4 വീഡിയോസും ഒരു വീക്കിൽ എന്തായാലും ഞാൻ ഇടാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് എനിക്ക് 10 വാച്ച് അവർ കൂടാൻ തുടങ്ങിയിട്ടാണ്. ലോങ് വീഡിയോസ് ഒരു ആഴ്ചയിൽ 3-4 ഞാൻ എന്തായാലും ഇടും. ആ 3-4 ലോങ് വീഡിയോ ഇടുമ്പോൾ ആദ്യമൊന്നും ഒട്ടുമില്ല വാച്ച് ഒന്നും ഉണ്ടായിട്ട് ആ റിവ്യൂസ് ഭയങ്കര കുറവായിരുന്നു. പിന്നെ കുറച്ച് കിട്ടാൻ തുടങ്ങിയിട്ട് എല്ലാം സ്ഥിരമായിട്ട് ഇടാൻ തുടങ്ങുമ്പോൾ ലോങ് വീഡിയോ ഇടും, ഷോർട്ട് വീഡിയോ ഇടും. അപ്പോൾ ലോങ് വീഡിയോക്ക് ഇങ്ങനെ കുറച്ച് വ്യൂസ് കിട്ടാൻ കിട്ടി. ഫസ്റ്റ് ടൈമാണ് 3.5K എൻ്റെ ഒരു ലോങ് വീഡിയോ, 2 ലോങ് വീഡിയോ അടുക്കി പോയി. അപ്പോഴത്തേക്കുണ്ട് അതിൻ്റെ വാച്ച് അവർ കൂടുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദിവസം ഇട്ടാൽ എന്തെങ്കിലും കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടേതായ കണ്ടൻറ്റ് ആയിരിക്കും. നല്ലതാണെങ്കിൽ നമ്മൾ എഡിറ്റിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഞാൻ എന്ത് ചെയ്തു, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷം എൻ്റെ വാച്ച് അവർ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലോങ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 4-3 ഉറപ്പായിട്ട് ഞാൻ ഇടും. അതുകൊണ്ട് എൻ്റെ വാച്ച് അവർ കൂടാൻ തുടങ്ങി. പ്ലസ് ഞാൻ ലൈവും തുടങ്ങിയിട്ട്, ലൈവും ഭയങ്കര പേടിയുള്ള ആളായിരുന്നു ലൈവ് എന്ന് പറയുമ്പോൾ. ഇപ്പോഴും എനിക്ക് കുറച്ച് പേടിയുള്ള ആളാണ് കേട്ടോ ലൈവൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈവ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ലൈവ് ഓരോരുത്തർക്കും ഓരോതായ ഒരു ഐഡിയാസ് ഉണ്ടാവില്ല. ഞാൻ സ്ട്രൈറ്റ് ഫേസ് കാണിച്ചിട്ട് എന്നെ മിണ്ടാൻ തുടങ്ങിയിട്ട് ലൈവ് തുടങ്ങി. ആഴ്ചയിൽ 2 ലൈവാണ് ചെയ്തുകൊണ്ടായത്. ലൈവിന് ശേഷം ലൈവ് ഇടാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് 1 മാസത്തിനുള്ളിൽ ഏകദേശം 100 വാച്ച് അവേഴ്സൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടാണ്. ഈ 2 ആഴ്ചയിൽ 2 ലൈവ് എടുത്തു. ആ ലൈവ് വെച്ച് തന്നെ എനിക്ക് 1 മാസത്തിനുള്ളിൽ 100 വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സിറ്റുവേഷൻ എത്തി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ 500 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയ ആളല്ലായിരുന്നു. ഞാനിപ്പോൾ ഏകദേശം 2.5 മാസത്തിൽ ഇപ്പോൾ ഞാനിത് 1000-ൽ കൂടുതൽ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തത് ഇതാണ്, ലൈവ് പ്ലസ് ഈ ലോങ് വീഡിയോസ്. എല്ലാവരും ലൈവ് ഇടണമെന്ന് പറഞ്ഞിട്ട് ലൈവിൽ തന്നെ ഇതാവുന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ലോങ് വീഡിയോസ് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 3-4 നമ്മളെ കൊണ്ട് എത്ര വ്യൂസ് ഇല്ലയെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, പ്രശ്നമില്ല, ആ കിട്ടിയ വ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് എല്ലാ ദിവസവും നമ്മൾ ആഴ്ചയിൽ 4-3 വീഡിയോസ് ഇട്ടാൽ എന്തായാലും നമ്മളെ വാച്ച് അവർ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഞാൻ ലൈവ് ഇടുന്നത് കൊണ്ട് തന്നെ എൻ്റെ വാച്ച് അവർ ഇപ്പോൾ 2.5 മാസം കൊണ്ട് എനിക്ക് 500-ൽ കൂടുതൽ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം എന്താ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യൂസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ കുഞ്ഞു ചാനലിൽ 2.5 മാസത്തിൽ 500 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചാനൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സും 1 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ആ ടൈം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ 1.3 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട്, പ്ലസ് നമ്മളെ വാച്ച് അവറും കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പകുതി വഴി നിർത്താൻ പോകുന്നുണ്ട്. അവരെന്തായാലും നിർത്തണ്ട കേട്ടോ. വെറുതെ നമ്മൾ പരിശ്രമിച്ചാൽ എന്തായാലും കുറേ മോശം കേൾക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ലൈവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നല്ല വഴിയിൽ പോകും. മോശമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള മനസ്സിൽ നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് എന്ന് പറഞ്ഞാൽ സെറ്റായിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ലോങ് വീഡിയോസ് ആയാലും കുഞ്ഞു കണ്ടന്റ് ആയാലും പ്രശ്നമില്ല. അതെല്ലാം നീ ഇതിനാ വീഡിയോസ് ഇടുന്നത്, കുഞ്ഞു കണ്ടന്റ് അല്ല, ഇതാൽ ആര് നോക്കാൻ, അങ്ങനെയുള്ള അഭിപ്രായം വരും. പക്ഷേ അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ലൈവ് ആയാലും വീഡിയോസ് ആയാലും ഇടാം. അങ്ങനെ നമ്മളെ ചാനലിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്ത ആളാണ്. ഞാൻ സത്യമായിട്ടും പറയാമെന്ന്, 2.5 മാസം കൊണ്ട് 500 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഇന്ന് വലിയൊരു അഭിമാനത്തോടെ നിൽക്കുന്നതെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച ആളാണ്. ആ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തുനിന്ന് ഇങ്ങനത്തെ ഒരു സംഭവം മനസ്സിലായത്. എന്നെ പോലെ തന്നെ മിസ്റ്റേക്ക് ഉണ്ടാവും. ഷോർട്ട് വീഡിയോ ഇട്ടാൽ അത് അതിൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ശരിക്കും അതിൻ്റെ ടൈം നമ്മൾ മോണിറ്റൈസേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്ന സത്യം അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും, എന്നെപ്പോലെ ആൾക്കാരുണ്ടാവും. അവരോടും കൂടി പറയാണ്, ഷോർട്ട് വീഡിയോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലാണ്ട് മോണിറ്റൈസേഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാന്ന്, നിങ്ങൾ എന്ത് ചെയ്യുക, ലോങ് വീഡിയോ പ്ലസ് നിങ്ങൾക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ലൈവ് ചെയ്യുക. അല്ലെങ്കിൽ ലോങ് വീഡിയോ നിങ്ങൾക്ക് ആഴ്ചയിൽ 4-5 ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സക്സസ് ആവാൻ പറ്റൂട്ടോ. എത്ര കുറവാണെങ്കിലും
നമുക്കുള്ള വ്യൂസ് ഭയങ്കര കുറവാണെങ്കിൽ ഇപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഉള്ള വ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് എന്താ ഫോർവേഡായിട്ട് ചിന്തിക്കുക കേട്ടോ. അതുകൊണ്ട് മാത്രം ഇന്ന് അങ്ങനെ എന്താ പറയുക, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ജേണി പറയാൻ തുടങ്ങിയിട്ട് അങ്ങനെയാണ് 1.5 വർഷം കൊണ്ട് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഏകദേശം 1000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയും എത്തിയിട്ടാന്ന് എനിക്കറിയാം, ഇനിയുണ്ട് വലിയൊരു യാത്ര ഉണ്ട് എനിക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഒരു ദിവസം എത്തുന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ട്. എന്തായാലും ഞാൻ ഇനി സ്റ്റോപ്പ് ചെയ്യും എന്ന തീരുമാനം മാറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളും മാറ്റണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് ഇടുക, മുമ്പിലോട്ട് തന്നെ പോവാട്ടെ. നെഗറ്റീവ് കമൻറ്റിനൊന്ന് എന്താ ബോധമിടാവേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ പറയാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ജേണീന് എന്നാൽ വലിയ സക്സസ് ആയിട്ടൊന്നുമില്ല, പക്ഷെ സക്സസ് ആവും എന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക കേട്ടോ. അല്ല എന്താ 2.5 മാസം കൊണ്ട് എനിക്ക് 500 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചാനലിനെ പറ്റി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കുക എങ്ങനെയുണ്ടെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യൂസ് ഒട്ടുമില്ല. എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ പോലും 1000 വ്യൂസ് ചില വീഡിയോസിലൊന്നും കിട്ടലില്ല. 1000 ഒരു 5000-ത്തിനേക്കാൾ അപ്പുറം ഒരിക്കലും കിടന്നിട്ടുണ്ടാവില്ല. 1 or 2 കിടന്നിട്ടുണ്ട്. അല്ലാണ്ട് ഒരിക്കലും പഠിത്തമായിട്ട് ഒന്നും എല്ലാ 1000 അത്രയിൽ സ്റ്റോപ്പ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് ഇടുന്ന ആളാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് എടുത്ത് പറയാം, നിങ്ങൾക്ക് എന്താ 3K 2K പോകുന്നവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക കേട്ടോ. അവിടെ ഒന്നും എത്താത്ത എനിക്ക് ഇത്ര മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം വരുത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയാൻ തുടങ്ങിയത്. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എനിക്ക് ലൈവിൽ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ എടുത്ത് പേര് പറയേണ്ടി വരും. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്താ ഒരുപാട് ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. കുറേ കാര്യങ്ങൾ നമുക്കറിയാത്ത നെഗറ്റീവ് ലൈവിൽ വരുന്നുണ്ട്, പക്ഷേ അതിനോടൊപ്പം തന്നെ കുറേ പോസിറ്റീവും വരുന്നുണ്ട്. നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ ആൾക്കാരുണ്ട്. ഇങ്ങനെ കുറേ കാര്യമുണ്ട്. പക്ഷേ എന്താ കുറച്ചും കൂടി ധൈര്യം വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ലൈവിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട്, നമുക്ക് സഹിക്കാൻ പറ്റാതെ അതൊക്കെ ഉണ്ട്. അതൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ലൈവിൽ പോവുക, അല്ലെങ്കിൽ എന്താ നിങ്ങൾ ലോങ് വീഡിയോ ഇടാട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെയ്യണമെന്ന് പറ്റും, പക്ഷേ ലൈവ് ഞാൻ നിർബന്ധിക്കില്ല. പക്ഷെ എന്താ നിങ്ങളൊന്ന് ചിന്തിക്കാം, ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്ട് ലോങ് വീഡിയോ എന്തായാലും ഞാനിടും. എനിക്ക് പറ്റുന്ന കണ്ടൻറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ലോങ് വീഡിയോ ഇടുമെന്ന് തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് സക്സസ് ആവും. ഒരു ദിവസം എന്തായാലും സക്സസ് ആവും. അപ്പോൾ ഇത്ര മാത്രമേ പറയാനട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ യൂസ് ചെയ്തത്. എന്തായാലും ഒരു 10 ആൾ നോക്കുന്നതിൽ 10 ആളിൽ ഒരു 2 ആൾക്കെങ്കിലും ഓക്കെ ഞാനും എന്താ സ്റ്റോപ്പ് ചെയ്യാണ്ട് വീഡിയോസ് ഇടും എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ഹെൽപ്ഫുൾ ആവില്ലേ. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.